Hi dear students, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: two charges are placed in vacuum at a distance d apart. The force between them is F. If a medium of dielectric constant 4 is introduced between them, the force will be. So ഡയറക്റ്റ് ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഫോഴ്സ് ഇൻ വാക്യൂമും ഫോഴ്സിന്റെ ഗിവൺ മീഡിയവും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഫോഴ്സ് ഇൻ എ ഗിവൺ മീഡിയം ദാറ്റ് ഈസ് Fm ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഓർ വാക്യൂം, നമ്മൾ ഞാൻ F നോട്ട് എന്ന് എടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് ഇൻ എയർ ഓർ വാക്യൂം F നോട്ട് ഈക്വൽ ടു F എന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഇൻ വാക്യൂം F എന്ന് തന്നിട്ടുണ്ട്. K വാല്യൂ ഓൾസോ ഗിവൺ. K വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ദ മീഡിയം, അത് 4 എന്ന് തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇൻ ദ ഗിവൺ മീഡിയം ഈക്വൽ ടു F ബൈ 4 എന്ന് കിട്ടും. അതായത് ഫോഴ്സ് ഇൻ ദ ഗിവൺ മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 4 ഈസ് 1/4 ഓഫ് ഫോഴ്സ് ഇൻ വാക്യൂം. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ടെങ്കിൽ തന്നെ ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്? ഇപ്പൊ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ടെന്ന് കരുതുക. Q1 പോസിറ്റീവ് Q1 ഞാൻ എടുക്കുകയാണ്, ആൻഡ് Q2 ഞാൻ നെഗറ്റീവ് എന്ന് എടുക്കാം. അപ്പൊ ഈ രണ്ട് ചാർജും തമ്മിൽ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ സിസ്റ്റം ഓഫ് Q1 ആൻഡ് Q2. ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചു. സോ ഈ മീഡിയം വെച്ചിരിക്കുന്ന ചാർജുകൾ വെച്ചിരിക്കുന്ന മീഡിയം ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനായി ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ ഡയലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു മീഡിയം എത്രമാത്രം ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു മെഷറാണ് നമ്മുടെ K വാല്യൂ, അതായത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ. ഇൻ ദ കേസ് ഓഫ് എയർ ആൻഡ് വാക്യൂം, ഇപ്പൊ ചാർജസ് വെച്ചിരിക്കുന്ന എയർ ഓർ വാക്യൂത്തിലാണെങ്കിൽ K വാല്യൂ മിനിമം ആയിരിക്കും, K വാല്യൂ 1 ആയിരിക്കും. ഒരു പെർഫെക്റ്റ് കണ്ടക്ടറാണ് K വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും, അതായത് പൊസിഷൻ വളരെ മാക്സിമം ആയിരിക്കും. മീഡിയത്തിലെ K വാല്യൂ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് എത്രമാത്രം ഒപ്പോസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഒപ്പോസിഷൻ മിനിമം ആകുന്നത് എയർ ഓർ വാക്യൂത്തിലാണ്. അതുകൊണ്ട് ഫോഴ്സ് വാല്യൂ മാക്സിമം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് വിൽ ബി മാക്സിമം ഇൻ എയർ ഓർ വാക്യൂം. മീഡിയത്തിലെ K വാല്യൂ കൂടുന്നതനുസരിച്ച് ഫോഴ്സിന്റെ വാല്യൂ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോഴ്സ് ഇൻ മീഡിയം ഈസ് 1/4 ഓഫ് ഫോഴ്സ് ഇൻ എയർ എന്ന് വാക്യൂം എന്ന് കിട്ടിയത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു.